പെരുമ്പളം പാലം ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ നിർമ്മാണം പൂർത്തിയായ 5 പാലങ്ങൾ കാണുവാൻ മുൻ മന്ത്രി ജി സുധാകരൻ എത്തി. പെരുമ്പളം പാലം ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ നിർമ്മാണം പൂർത്തിയായ 5 പാലങ്ങൾ കാണാൻ മുൻ മന്ത്രി ജി സുധാകരൻ എത്തി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പെരുമ്പളം പാലത്തിലാണ് ആദ്യം എത്തിയത്. പാർട്ടി പ്രവർത്തകരോ പ്രാദേശിക നേതാക്കന്മാരോ ഇല്ലാതെ ഒറ്റക്കാണ് എത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് പെരുമ്പളം പാലം. കുറച്ചു മാത്രം ജനസംഖ്യയുള്ള സ്ഥലത്ത് 100 കോടി രൂപ ചെലവഴിച്ച് 1 കിലോമീറ്ററിലേറെ നീളമുള്ള പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ധനകാര്യ സെക്രട്ടറിയും ഇതിനെതിരായിരുന്നുവെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അംഗീകാരം നൽകുകയായിരുന്നു. അന്നത്തെ MLA ആരിഫും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെ പിന്തുണച്ചു. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആദ്യം പെരുമ്പളം പാലത്തിൻ്റെ മണ്ണ് പരിശോധന അത് ഞാൻ വന്ന് ഓപ്പൺ ചെയ്തു, ഉദ്ഘാടനം ചെയ്തു. അപ്പുറത്ത് വെച്ച് ഞാൻ കുഴിച്ചൊക്കെ നോക്കിയില്ല. അത് കഴിഞ്ഞ് ശിലാസ്ഥാപനമുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശിലാസ്ഥാപനം. ഞാൻ അധ്യക്ഷനായിരുന്നു. ഇതിൻ്റെ കാര്യമായ നിവേദനം തന്നത് ആരിഫ് MLA അന്ന്. അദ്ദേഹമാണ് അന്ന് സ്വാഗതം പറഞ്ഞത് ശിലാസ്ഥാപനത്തിൽ. അത് കഴിഞ്ഞ് മുമ്പൊരിക്കൽ ഞാനിവിടെ ആരിഫുമായിട്ട് വന്നിരുന്നു. ഒക്കെ നോക്കിയിട്ട് പോയത് ഉദ്ഘാടനത്തിന് മുമ്പ് കാണണമെന്ന് അല്ലെങ്കിൽ ഇനി അപ്രോച്ച് റോഡ് പണിയണം. കുറച്ചിട്ട് 5-6 മാസം എടുക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ 2 ഗോപുരം പണിയിടുമെന്ന് ഞാൻ പറഞ്ഞു. പാലത്തിൻ്റെ തുടക്കത്തിൽ അവസാനം ഊരാളൊക്കെ നേരെ പലയിടത്തും ചെയ്യുന്നുണ്ട്. പലയിടത്തും കാണാം നമുക്ക്. മറ്റേ ആറാട്ടുപുഴ ഒരു പാലമുണ്ടല്ലോ, അത് പറയുന്ന പേര് അരീക്കൽ പാലം, അവിടെ ഉണ്ട്. ആളുകൾ ഇപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴും സന്ദർശകർ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്ന എന്താ പടകാരം പാലം, അതിൻ്റെ പടം ഞാൻ പത്രത്തിൽ കണ്ടല്ലോ. അവരിതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണം ഇത്. പണ്ടൊന്നും ചെറിയ പൈസ കൊടുക്കും. പിന്നെ ഏറ്റവും മനോഹരമായിട്ട് പോന്നിരിക്കുന്ന ഒന്ന് 3 4 വന്നു. പടം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഒരു വൃത്ത എതിരാകൃതിയിൽ വൃത്തത്തിൽ മനോഹരമായ പാലം. അവിടെ ഞാൻ പോകുന്നുണ്ട്. അവിടെയും നെടുമ്പ്രക്കാടും പടഹാരവും നാളികേറും. ഇതാണിപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഏതാനും മാസം മതി. അത് ഇത്രയെടുത്ത് പോകും. ന്യൂസ് ബ്യൂറോ, അരൂർ.